മൂന്നാം ക്ലാസ്സുകാരന് നേരെ രണ്ടാനച്ഛന്റെ ക്രൂരത. വികൃതി കാട്ടിയതിന് കുഞ്ഞിന്റെ കാലിൽ അയൺ ബോക്സ് കൊണ്ട് പൊള്ളിച്ചു. രണ്ടാനച്ഛൻ മൈനാഗപ്പള്ളി സ്വദേശി കൊച്ചനിയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുണും സങ്കടകരമായ വാർത്തയാണ്, പക്ഷെ അതിലൊരു നടപടി ഉണ്ടാകുന്നുണ്ട്. ആളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലും എടുത്തു. എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? കുഞ്ഞിന്റെ അമ്മ ഇപ്പോൾ വിദേശത്താണെന്ന് നേരത്തെ ചില വാർത്തകൾ ഉണ്ടായിരുന്നു. വിവരങ്ങൾ പറയും. പ്രജിന് ഏറെ ദുഃഖകരമായ ഒരു സംഭവമാണ്. കാരണം മൂന്നാം ക്ലാസ്സുകാരൻ 8 വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു കുഞ്ഞിനാണ് ഇത്തരത്തിൽ ക്രൂരമായ പീഡനം തന്റെ രണ്ടാനച്ഛനിൽ നിന്ന് ഏൽക്കേണ്ടി വന്നത്. ഈ വീട്ടിൽ കാണിച്ചൊരു വികൃതി, ഇതിനാണ് ഈ രണ്ടാനച്ഛൻ കാലിന്റെ പിൻഭാഗത്ത് അയൺ ബോക്സ് കൊണ്ട് പൊള്ളിച്ചത്. ആഴത്തിലുള്ള മുറിവ് ഈ കുഞ്ഞിന്റെ കാലിൽ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഈ സംഭവം നടന്ന് 2 ദിവസമായിട്ടും പ്രാഥമിക ചികിത്സ പോലും ഈ രക്ഷിതാവ് നൽകിയില്ല എന്നുള്ളതാണ്, രണ്ടാനച്ഛൻ നൽകിയില്ല എന്നുള്ളതാണ് CWC കൌൺസിലർമാരോട് ഈ കുട്ടി പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ ഈ സംഭവം അംഗനവാടി ടീച്ചറുടെ ശ്രദ്ധയിലാണ് പെട്ടത്. ഉടൻ തന്നെ കൌൺസിലർമാരെ അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു. പോലീസിൽ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രണ്ടാനച്ഛൻ കൊച്ചനുജനെ തെക്കുംഭാഗം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന്റെ തോന്നലിൽ ഇത് സംഭവിച്ചു പോയതാണ് എന്നുള്ളതാണ് രണ്ടാനച്ഛൻ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. CWC കുഞ്ഞിനെ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. കുഞ്ഞിന് പ്രാഥമികമായ ചികിത്സയടക്കം നൽകി. ഇപ്പോൾ കുഞ്ഞിനെ കൂടുതൽ മൊഴിയെടുക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ്. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ശേഷമായിരിക്കും CWC ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുക. സംഭവത്തിൽ പോലീസും ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഇയാളുടെ ഭാഗത്തു നിന്ന് കുഞ്ഞിന് നേരെ പീഡന ശ്രമങ്ങൾ, ഇത്തരത്തിൽ ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന സാഹചര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം കുഞ്ഞ് അത്തരത്തിലും മൊഴി കൂടി പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അരുൺ രാജാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.